ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് 1 ഒക്ടോബർ 2024. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇൻഷുറൻസിന്റെ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിലെ റൈഡേഴ്സ് ആഡ് ഓൺസിനെ പറ്റി ഒന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഞാൻ ഇൻഷുറൻസിലേക്ക് കിടക്കാണ്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് നമ്മളൊരു പുതിയ ബൈക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങുമ്പോൾ നമുക്ക് തരുന്നത് ഒരു 5 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ്. അതിൽ ആദ്യത്തേത് വരുന്നത് ഓൺ ഡാമേജ് പ്രൊട്ടക്ഷൻ ആണ്. ഓൺ ഡാമേജ് പ്രൊട്ടക്ഷൻ, അതേപോലെ പേഴ്സണൽ ആക്സിഡന്റ് കവർ, ഇത് രണ്ടും 1 ഇയറിലേക്കാണ് നമുക്ക് ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. അതിനുശേഷം ഇൻഷുറൻസ് സ്വിച്ച് ചെയ്യുന്നത് തേർഡ് പാർട്ടി ലയബിലിറ്റിയിലേക്കാണ്. അതായത് മാൻഡേറ്ററി ആയിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഏത് വണ്ടിക്കും എപ്പോഴും നിലവിൽ വേണ്ട തേർഡ് പാർട്ടി ലയബിലിറ്റി ഓപ്ഷനിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോ ഓൺ ഡാമേജ് കവർ ഉള്ളപ്പോൾ നമുക്ക് ഫുൾ കവർ എന്നുള്ളൊരു ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. നമ്മളെ ആഡ് ഓൺ ആയിട്ട് നിൽ ഡിപ്രീഷിയേഷനും കൂടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ പുതിയ വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 3 വർഷം വരെയും, ചില കമ്പനികൾ 5 വർഷവും, ചില കമ്പനികൾ 7 വർഷം വരെയും ഇത് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോ നമുക്ക് ഇപ്പൊ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മള് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി, ഫ്രണ്ടിലെ മഡ് ഗാർഡ് ഒന്ന് പൊട്ടി, നമുക്ക് ഓൺ ഡാമേജ് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്ത് കിട്ടും. 1 ഇയർ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം സെനേരിയോയില് നമുക്കൊന്നും കിട്ടില്ല. ഈ മഡ് ഗാർഡ് പൊട്ടി, ഈ വണ്ടി മുട്ടി, മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ വണ്ടികൾക്ക് എന്തെങ്കിലും പറ്റി ആ വണ്ടിക്ക് ക്ലെയിം കിട്ടും, നമുക്ക് കിട്ടില്ല. രണ്ടാമത്തെ കേസ്, നമ്മൾ ഈ ഓൺ ഡാമേജ് കവർ കൃത്യമായിട്ട് പുതുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്കൊരു നോ ക്ലെയിം ബോണസ് തരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വരുന്ന ഒരു കസ്റ്റമർ, ആസ് എ കസ്റ്റമർ അല്ലെങ്കിൽ ആസ് എ ബയ്യർ, നമ്മൾക്ക് കിട്ടുന്ന ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. അതിനെയാണ് റൈഡേഴ്സ് എന്ന് പറയാം. ആ റൈഡേഴ്സിനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്ന് വരുന്നത് എൻജിൻ പ്രൊട്ടക്ഷൻ കവറാണ്. നെൽ ഡിപ്രിഷിയേഷൻ എന്നുള്ളത് ഞാൻ ഇപ്പൊ മെൻഷൻ ചെയ്തു, ഇത് റൈഡേഴ്സിൽ വരുന്നതാണ്, ആഡ് ഓൺസിൽ വരുന്നതാണ്. രണ്ടാമത്തേത് എൻജിൻ പ്രൊട്ടക്ഷൻ കവർ. നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പോൾ എൻജിൻ പാർട്സ് ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ പ്രൊട്ടക്ഷൻ കവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡർ അത്യാവശ്യമല്ല, ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അത് കവർ ചെയ്യുള്ളൂ. അടുത്തത് വരുന്നതാണ് കൺസ്യൂമബിൾസ്. നമ്മൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, നട്ട്, ബോൾട്ട്, അങ്ങനെ കൺസ്യൂമബിൾസ് ഐറ്റംസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ കൂടെ ആഡ് ഓൺസ് ആയിട്ട്, റൈഡേഴ്സ് ആയിട്ട് നമ്മൾ കൺസ്യൂമബിൾസ് ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി തൊട്ടടുത്തത്, ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് റിട്ടേൺ ടു ഇൻവോയ്സ്. പുതിയ വണ്ടിയാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്, ഞാൻ കൂടുതലും ഇപ്പോ പറയുന്നത്, ഇങ്ങനെ ഒരു കേസ് സ്റ്റഡിയിലേക്ക് വന്നിരിക്കുന്നത്, എല്ലാവരും ഞാൻ പരിചയപ്പെട്ടതിലധികവും 1 വർഷത്തിന് ശേഷം വണ്ടി കയ്യിൽ ഹോൾഡ് ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നിലവിലുള്ളത് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറഞ്ഞാല്, നമുക്ക് 2 ലക്ഷം രൂപയുടെ വണ്ടിയാണെന്ന് സങ്കല്പിക്കുക. ഉദാഹരണം, ഇൻഷുറൻസ് കമ്പനി ഇട്ടിരിക്കുന്ന IDV 1,57,000 ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ റിട്ടേൺ ടു ഇൻവോയ്സ് ഇല്ല എന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സിറ്റുവേഷൻ ഒന്ന് പറയാം. നമ്മുടെ വണ്ടി റോഡ് സൈഡിൽ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഏതോ ഒരു വണ്ടി, നമ്മളറിയാത്തൊരു വണ്ടി വന്ന് നമ്മളെ വണ്ടിയിൽ വന്ന് മുട്ടി, വണ്ടിക്ക് ഒരു ടോട്ടൽ ലോസ് സംഭവിച്ചു. അതായത് IDVയുടെ 75% എബോവ് വാല്യൂല് പറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് ടോട്ടൽ ലോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ റിട്ടേൺ ടു ഇൻവോയ്സ് കവർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഓഫർ ചെയ്യുന്ന എമൗണ്ട് ആണ് IDV. IDV മാത്രമാണ് അവർ തരുള്ളൂ. അപ്പോ 2 ലക്ഷം രൂപയുടെ വണ്ടിക്ക് 1,57,000 ആണെങ്കിൽ 1,57,000 തന്നിട്ട് ഇൻഷുറൻസ് കമ്പനി അത് സെറ്റിൽ ചെയ്യും. ഇനി നമുക്ക് ആസ് എ കസ്റ്റമർ നമ്മൾ റൈഡേഴ്സ് ആയിട്ടുള്ള റിട്ടേൺ ടു ഇൻവോയ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻവോയ്സ് ചെയ്ത ബിൽ എമൗണ്ട് എത്രയാണോ ആ ബിൽ എമൗണ്ട് ആണ് നമ്മൾക്ക് ഇൻഷുറൻസ് കമ്പനി തരിക. ഇത് നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരുന്ന ഒരു ആനുകൂല്യമാണ്, അത് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതാണ്, റിട്ടേൺ ടു ഇൻവോയ്സ്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു: നിൽ ഡിപ്രിഷിയേഷൻ, എൻജിൻ പ്രൊട്ടക്ഷൻ, കൺസ്യൂമബിൾസ്, അതേപോലെ തന്നെ റിട്ടേൺ ടു ഇൻവോയ്സ്. ഈ 4 കാറ്റഗറി എല്ലാവരും ഒന്ന് മെയിൻ ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടെ വരുന്നുണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, അതേപോലെ പില്ലിയൻ കവർ. നമ്മൾ റോഡ് സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ഉണ്ട്. ഇപ്പൊ വണ്ടി എടുത്തോണ്ട് പോവുക,
അങ്ങനത്തെയൊക്കെ കേസിൽ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജസ് ഒന്നും നമുക്ക് ആ സമയത്ത് ഈടാക്കേണ്ടി വരില്ല. അതുപോലെ പില്ലിയൻ റൈഡർ കവർ നമ്മുടെ പുറകിൽ ടൂ വീലർ ആണെന്നുണ്ടെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്കും കൂടെ കവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പില്ലിയൻ റൈഡർ കവർ എടുക്കുന്നത്. പിന്നെ കീ ലോസ് പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് ആക്സിഡന്റലി ലോസ് ആവുന്ന സിറ്റുവേഷനിൽ അതിന് വരെ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് കമ്പനീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തത് വരുന്നത് ടയർ പ്രൊട്ടക്ഷനും നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ഷൻ കവറും കൂടെ വരുന്നുണ്ട്. അതായത് ഈവൻ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ പോലും നമ്മുടെ നോ ക്ലെയിം ബോണസ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ഷൻ കവർ. അപ്പൊ അതും ഇൻഷുറൻസ് കമ്പനീസ് നമുക്ക് തരുന്നുണ്ട്, നമ്മളത് അറിയാതെ പോകുന്നു. പിന്നെ ഡെയിലി അലവൻസ് കവർ, ഈ കവറിനെ പറ്റി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രൊസീജിയേഴ്സും ക്ലെയിമിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 1 വീക്ക് കഴിഞ്ഞാണ് വണ്ടി കയ്യിൽ തിരികെ കിട്ടുക എന്ന് സങ്കല്പിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ യാത്രകളും നമ്മുടെ ജോലിയും മുടങ്ങാതിരിക്കാനും ആ സമയത്ത് നമുക്കൊരു ഫണ്ട് കയ്യിൽ ആവശ്യം വരൂലേ, അതും കവർ ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാർ റൈഡേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ആഡ് ഓൺസ് തരുന്നുണ്ട്. അപ്പൊ ഇത് ഞാൻ ഗൂഗിളിൽ നോക്കി, ഞാൻ ചാറ്റ് GPT ഞാൻ എൻ്റർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്. ആസ് എ പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺ ഞാൻ ഇൻഡ്പ്രോ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻസിൽ ജനറൽ ഇൻഷുറൻസ്, ഹോൾ കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസും ഫൈനാൻഷ്യൽ പ്രോഡക്ട്സും ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സന്റെ ആദ്യത്തെ കോഡ് ഓഫ് കണ്ടക്ട് പറയുന്നത് എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് കസ്റ്റമേഴ്സിന്. അപ്പൊ ഞാൻ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ എല്ലാം പറയുന്നു. ഇത്രയധികം കാര്യങ്ങൾ ഓഫേഴ്സ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആസ് എ ബിഗിനർ എനിക്ക് ഇത്രയധികം കാര്യങ്ങളിലോട്ടാണ് ഒന്ന് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പറഞ്ഞ വിവരങ്ങൾ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോ ഇനി ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര്, എന്റെ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ ഇൻഷുറൻസ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഈ വ്ലോഗ് കാണുന്നത്. അപ്പോൾ കാണുന്ന സമയം തന്നെ ചിന്തിക്കുക, തേർഡ് പാർട്ടിലാണ് വണ്ടി ഒരു 3 വർഷം 5 വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫുൾ കവർ ആക്കുക. എടുക്കാൻ താല്പര്യപ്പെടുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും സുഹൃത്ത് ബന്ധത്തില്, ആത്മബന്ധത്തില് അച്ഛന്റെ കൂട്ടുകാരനോ അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം കൂട്ടുകാരനോ ഇൻഷുറൻസ് ഫീൽഡിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഡയറക്റ്റ് ചെന്ന് ഒരു ½ സ്പെൻഡ് ചെയ്ത് താങ്കൾക്ക് വേണ്ട ഇൻഷുറൻസിൽ ചെയ്യേണ്ട റൈഡേഴ്സ് എന്താണോ ആഡ് ഓൺസ് എന്താണോ ഇത് ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കണം. ഒരു ക്ലെയിം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറച്ച് എന്താ പറയാ ഫോളോ അപ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സും എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഇതുവരെ ഒരു ക്ലെയിം അറ്റംപ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യാത്തതുകൊണ്ടിട്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എങ്കിലും ആ പ്രൊസീജിയേഴ്സും നിങ്ങൾ അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഒരു തരത്തിലും നമുക്ക് റിജക്ഷൻ വരാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ കൂടെ പോയിന്റിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോ ഇത്രയധികം കാര്യങ്ങൾ ഈ റൈഡേഴ്സും ഓൺ ഡാമേജും റൈഡേഴ്സും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ കയറ്റിയാല് മാൻഡേറ്ററി ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്ന 1000 രൂപ, 1500cc താഴെയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയോ അതിന് മേലെയാണെന്നുണ്ടെങ്കിൽ 1500 രൂപ മേ ബി അത്രയും, ആ എമൗണ്ട് മാത്രം കൊടുത്താൽ നമുക്ക് മതിയാവും. നമുക്ക് മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് ആ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പുറത്തിറക്കി വരാനായിട്ട് സാധിക്കും. ഇനി അഡീഷണൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ആക്സിഡന്റ് കവറിനെ കുറിച്ചിട്ടാണ്. അതിന് നമുക്ക് ലഭിക്കുന്നത്, നമ്മളൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അതൊരു ലൈഫ് ത്രെറ്റനിങ് പ്രോഡക്റ്റ് ആണ്. കാരണം ആക്സിഡന്റ് ഹാപ്പൻസ് അറ്റ് എനി ടൈം എന്നാണ് പറയാ. നെയ്തർ ഫ്രം അവർ സൈഡ് നോട്ട് ഫ്രം അതേഴ്സ് സൈഡ്. അവരുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും തൊട്ടപ്പുറത്ത് വരുന്ന ശ്രദ്ധക്കുറവ് കൊണ്ടും പോരാത്തതിന് ഇങ്ങനെയുള്ള ഡിവൈസ് എല്ലാം മെക്കാനിക്കൽ ഡിവൈസസ് ആണ്. വിയർ ആൻഡ് ടിയർ സംഭവിച്ച് ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. അപ്പൊ ആ സമയത്ത് തൊട്ടു മുന്നിലുള്ള വണ്ടിയാണ് ബ്രേക്ക് ഡൗൺ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അത് എന്താ പറയാ അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോ പേഴ്സണൽ ആക്സിഡന്റ് കവറിനെ പറ്റിയാണ് ഞാനിപ്പോ ലാസ്റ്റ് മെൻഷൻ ചെയ്തത്. 15 ലക്ഷം രൂപയാണ് പേഴ്സണൽ ആക്സിഡന്റ് കവറായിട്ട് ഓഫർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി ഇപ്പോ ഒരു കുടുംബമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഒരു ലയബിലിറ്റിയിലോട്ട് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആക്സിഡന്റ് കവർ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമ്മൾ ഇന്ത്യയിൽ റെഗുലേറ്ററി പ്രകാരം എടുക്കണം. അപ്പോ അതോടൊപ്പം തന്നെ ഈ ആഡ് ഓൺസും റൈഡ് ഓൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയധികം ആനുകൂല്യങ്ങൾ ഒരു ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരാൻ തയ്യാറാണ്. നമ്മളത് അറിയാതെ പോകുന്നതാണ്
പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളിത് ഡിമാൻഡ് ചെയ്ത് മേടിക്കുക. 2,50,000 രൂപയുടെ വണ്ടി മേടിക്കുന്ന ഒരാൾക്ക് ഒരു വർഷത്തില് 4,500 5,000 രൂപയോ കൊടുക്കുന്നത് അത് വലിയൊരു ചെലവല്ല. തുടർന്നുകൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയുടെ അസറ്റാണ്. അവർ നമുക്ക് നോ ക്ലെയിം ബോണസും തരും. ഇനി നോ ക്ലെയിം നമ്മൾ ക്ലെയിം ചെയ്തെന്നിരിക്കട്ടെ, ഞാനൊരു കവറിന്റെ കേസും കൂടെ പറഞ്ഞു, നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ഷൻ കവർ. ഈവൻ നമ്മൾ ക്ലെയിം ചെയ്താൽ ആ നോ ക്ലെയിം ബോണസും കിട്ടും. അപ്പോൾ ഇത്രയധികം ഓഫേഴ്സ് ഒരു കമ്പനി നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് നിരസിക്കണം? നമ്മുടെ അജ്ഞത അത് അറിവില്ലായ്മ കൊണ്ടിട്ടാണ്. അപ്പോ കേൾക്കുന്നവര് ദൈവം സഹായിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, പോളിസി അപ്ഡേറ്റ് ചെയ്യാം. ഷോറൂമുകാർ പറയുന്നതെല്ലാം നമുക്ക് അത്യാവശ്യം എന്നല്ല, എല്ലാം വേണ്ടവരാ. അവര് ഹൈഡ് ചെയ്ത് വെക്കുന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത്യാവശ്യം വേണ്ടതെല്ലാം അവർ തരും. പക്ഷെ കൂടുതൽ വേണ്ടത് നമ്മൾ അന്വേഷിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അറിവില്ലായ്മ എന്ന് പറഞ്ഞ് നിൽക്കരുത്. കാരണം നമ്മൾ കേരളത്തിലാണ്, ലിറ്ററസി കൂടുതലാണ്. എടുക്കുന്നവരും പ്രീമിയം ബൈക്സ് എടുക്കുന്നവരും എല്ലാം നല്ല അന്വേഷിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതായത് ബൈക്കിനെ അന്വേഷിക്കും, പക്ഷെ ഈ കാര്യങ്ങളിൽ ചെറിയൊരു അന്വേഷണ കുറവുണ്ടാവും. അപ്പോ എല്ലാവരും എടുക്കുക, പെട്ടെന്ന് തന്നെ ചെയ്യുക. പിന്നെ എന്റെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺ ആണ്. അപ്പൊ എനിക്ക് ഞാനിപ്പോ ചെയ്യുന്ന ജോലിയിൽ ഹാപ്പിയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുമ്പോഴും എനിക്ക് സന്തോഷമാണ്. അപ്പോ ഇതിന്റെ റൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ ഒരു നോട്ട് ഫയൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിനെ ഡിഫൈൻ ചെയ്ത് എഴുതിയും വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഫൈനാൻഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം തൊട്ടടുത്ത വ്ളോഗിലൂടെ. ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്.